ഹലോ, ഞാൻ നിങ്ങളുടെ അമ്മു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കഥകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ. അപ്പം നമുക്ക് കൂടുതൽ വളച്ചൊടിക്കാതെ നേരെ കഥയിലേക്കൊക്കെ പോയാലോ. പാലക്കാടുള്ള അശ്വതി പഠിക്കാൻ വേണ്ടി എറണാകുളമുള്ള തൻ്റെ മേമയുടെ അടുത്ത് നിൽക്കുകയാണ്. മേമ അവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് മേമയ്ക്കും അശ്വതി ഒരു ആശ്വാസമായിരുന്നു. മേമയുടെ പേര് പ്രവീണ. ഹസ് ഗൾഫിലാണ്. പ്രവീണയ്ക്കാണെങ്കിൽ വയസ്സ് 40ആയി. കാണാൻ വെളുത്തിട്ട നല്ല ലുക്കാണ്. അശ്വതിക്കാണേ വയസ്സ് 19 ആയിട്ടുള്ളൂ. അവളും കാണാൻ അത്ര നിസ്സാരമൊന്നുമില്ല. നല്ല സുന്ദരിയാണ്, പക്ഷേ ഹൈറ്റ് കുറവാണ്. അങ്ങനെ വലിയൊരു വീട്ടിൽ ഇവർ രണ്ടുപേരും ജീവിച്ചു പോകുമ്പോഴാണ് പെയിൻ ഗസ്റ്റായിട്ട് ഒരു ആയുർവേദ ഡോക്ടർ അവിടെ താമസിക്കാൻ വരുന്നത്. പ്രവീണയുടെ ഹസ് അറിയുന്നൊരു ഡോക്ടർ ആയതുകൊണ്ട് അയാൾ തന്നെയാണ് ഇവിടെ താമസം ഏർപ്പാടാക്കി കൊടുത്തത്. പിന്നെ മാസം 15,000 രൂപ കയ്യിൽ വരുമല്ലോ എന്ന ബുദ്ധിയും അങ്ങനെ അയാൾ താമസം തുടങ്ങി. അയാൾക്കൊരു 35 വയസ്സ് പ്രായമുണ്ട്. രാവിലെ ഡ്യൂട്ടിക്ക് പോയാൽ രാത്രി തിരിച്ചു വരുള്ളൂ. പേര് വിവേക്. അങ്ങനെയൊക്കെ ആണെങ്കിലും വന്ന അന്ന് തന്നെ വിവേക് അശ്വതി നോട്ടമിട്ടു. നല്ല ഒത്ത ആയതുകൊണ്ട് എന്താ പറയുക, നല്ല ഇതും മുമ്പും പിൻപും എല്ലാം നല്ല നൈസാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. വിവേകിനൊരു സീന് പോലും പിടിക്കാൻ പറ്റാതെയായി. അങ്ങനെ ഒരു ഡേ ലീവായിരുന്നു. വിവേക് മുകളിലെ കോലായിലിരിക്കുമ്പോൾ പ്രവീൺ ഒരു ഓട്ടോയിൽ കയറി പോകുന്നത് കണ്ട് അശ്വതി ഇന്ന് പോയിട്ടില്ല. വിവേക് പതുക്കെ താഴേക്ക് ചെന്ന് അശ്വതി അവിടെ ഒന്നും കണ്ടില്ല. ഉമ്മറത്തെ വാതിലടച്ചിരിക്കുന്നു. അപ്പോഴാണ് ബെഡ്റൂമിൽ നിന്ന് ഒരു അനക്കം കേട്ടത്. സംഭവം എന്തെന്നാ, വിവേക് ലീവായത് അശ്വതി അറിയില്ല. വീട്ടിൽ ആരും ഇല്ലെന്നാണ് പെണ്ണിൻ്റെ വിചാരം. പ്രവീൺ നോക്കുമ്പോൾ റൂമിൽ നിന്നും തലയിൽ എണ്ണ തേക്കായിരുന്നു അശ്വതി. ഒരു പാവാട ഇതൊക്കെ ഇട്ട്. എന്താ പറയുക, പ്രവീൺ തന്നെ കാണാതെ വിധം മാറി ഇങ്ങനെ നിന്ന്. അപ്പോൾ അശ്വതിയുടെ ഫോൺ റിങ് ചെയ്തു. അവൾ അതെടുത്തു. അവൾ പറയുന്നത് കേട്ട് ഇവിടെ ഇല്ല, മേമ തൃശ്ശൂർ പോയതാ, വൈകിട്ടേ എത്തുള്ളൂ എന്നൊക്കെ. അത് കേട്ടപ്പോൾ പ്രവീണിൻ്റെ കണ്ണിലൊരു തിളക്കം വന്നു. ഇനി അങ്ങോട്ട് പ്രവീണാണ് കഥ പറയുന്നത്. ഞാൻ പതുക്കെ അശ്വതിയെ വ്യക്തമായി കാണുന്ന രീതിയിൽ മാറി നിന്നു. എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവൾ പാവാടയുടെ കെട്ടഴിക്കാൻ തുടങ്ങി. ഈശ്വര, ഇത്രയും നാൾ ഇവിടെ നിന്നിട്ടും കാലുപോലും മര്യാദയ്ക്ക് കാണാൻ കഴിയാത്തൊരു 19കാരി എൻ്റെ മുമ്പിൽ ഡ്രസ്സ് അഴിക്കാൻ പോകുന്നു. അവളുടെ പാവാട എന്താ പറയുക, അതിങ്ങനെ താഴേക്ക് വീണു. പക്ഷേ ഉള്ളിലൊരു പെറ്റിക്കോട്ട് ഉണ്ടായത് കൊണ്ട് കുറച്ചൊക്കെ കാണാനായുള്ളൂ. ആട്ടനെ അവൾ മേളത്തതങ്ങ് മാറ്റി. കണ്ട കാഴ്ച അപ്പം തന്നെ അവളെ ഒന്ന് ഇതാക്കിയാലൊന്നു പോലും ഞാൻ ആലോചിച്ചു പോയി. അഴിച്ചിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് ബെഡിലേക്കിട്ട് അവൾ അതൊക്കെ ഒന്ന് കാണേണ്ട തന്നെയായിരുന്നു. ഇങ്ങനെ ഉടയാതെ നിൽക്കുന്നത് കാണാൻ എന്നെ ശരിക്കും കാഴ്ച ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. വീണ്ടും എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവൾ ഉള്ളിലിട്ടിരുന്നത് അതങ്ങ് മാറ്റി. അതും ബെഡിലേക്കിട്ട്. പിന്നെ അതിനുള്ളിലുള്ളത് മാത്രമായി. പിന്നെ അവൾ ടേബിളിൽ കിടന്നൊരു ബോക്സ് എടുത്ത് അതിൽ നിന്നും ഒരു ഷേവിങ് സെറ്റൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്ത് കുറച്ച് ക്രീമും എടുത്ത് ഇങ്ങനെ നമ്മളെന്താ ചെയ്യുക അത് തന്നെ അങ്ങ് വടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞാൽ ബാത്റൂമൊക്കെ കയറി. പിന്നെ എനിക്ക് കാണാൻ പറ്റിയില്ല. പതുക്കെ ഞാൻ നീങ്ങി നോക്കിയപ്പോൾ അയാൾ ബാത്റൂമിൽ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക. ഇങ്ങനെ അവിടെ താഴെയും ക്ലീനാക്കുക. എന്തല്ലേ, എനിക്ക് നല്ലോണം കാണാൻ പറ്റി. നല്ല നല്ല രസമുണ്ട്. പിന്നെ കുടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവൾ ഡോറങ്ങ് ക്ലോസ് ചെയ്തു. ഞാൻ അവിടെ തന്നെ കാത്തു നിന്നു. കുറച്ച് കഴിഞ്ഞ് ഡോറ് തുറന്ന് ഒരു ടവൽ ഇങ്ങനെ കെട്ടി പുറത്തേക്ക് വന്നു. ആരും വീട്ടിലില്ലാതിരുന്നിട്ടും ഇവൾ എന്തിനാ ടവലൊക്കെ കെട്ടിയതെന്ന് ഞാൻ സങ്കടപ്പെട്ടു. എന്നിട്ട് അലമാരയിൽ നിന്നും ഒരു ക്രീം എടുത്ത് കയ്യിലും കഴുത്തിലൊക്കെ പുരട്ടി. ആ മണമാണ് എന്നെ മത്ത് പിടിപ്പിച്ചു. പിന്നെ ആ കാല് കട്ടിലിൽ കയറ്റി വെച്ച് കാലിലിടാൻ തുടങ്ങി. അപ്പം ടൗലതെ ഊർന്ന് നിലത്തേക്ക് വീണു. എന്തായിരിക്കും ആ കാഴ്ച ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എൻ്റെ എല്ലാ കൺട്രോളും നഷ്ടമായിപ്പോയി. എന്നാലും പിടിച്ചു നിന്നു. ഞാൻ കാല് താഴ്ത്തി വെച്ച് ആ ക്രീം ഇങ്ങനെ അവൾ ഇതാക്കുന്നതൊന്നും വ്യക്തമായിട്ട് കണ്ടെങ്ങനെ നിൽക്കുക.
നല്ല രീതിക്ക് എല്ലാം ക്ലീനാക്കിയത് കാരണം എല്ലാം കാണാൻ നല്ല രസം കൂടെ ആയിരുന്നു. പിന്നെ അവൾ കാണിച്ചു കിട്ടുന്ന ഓരോ കോപ്രായങ്ങളും കുറേ നേരം നോക്കി നിന്ന്. പിന്നെ അവൾ എല്ലാം എടുത്തിട്ടപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് മുകളിലേക്ക് തന്നെ കയറിപ്പോയി. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ മുകളിൽ നിന്നും ഫോൺ ചെയ്ത് തായോട് വന്ന് ഇവൾ അവിടെ ടി വി കാണുകയായിരുന്നു. എന്നെ കണ്ടപാടെ അവൾ പേടിച്ചു പോയി. ഏട്ടൻ ഇന്ന് പോയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ലാന്ന്, ഇന്ന് ക്ലിനിക്ക് ലീവാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് അവളോട് ഞാൻ സംസാരിച്ചു. നല്ല ഫ്രണ്ട്ലി ആയി. ബോറടിയാണ്, ഏട്ടന് ഇവിടെ ഉള്ളത് നന്നായി എന്നും പറഞ്ഞ് അവൾ എന്നോട് ചോദിച്ചു ലുഡോ കളിക്കാൻ താല്പര്യമുണ്ടോയെന്ന്. ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവളോട് ഫുഡ് ഓർഡർ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അവൾ അയ്യോ മേമാർ ഞാൻ എന്നെ വഴക്ക് പറയുന്നായി. ഇവിടെ ഉണ്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞു. മേമ അറിയാൻ ഞാൻ പോരെ. അപ്പോൾ അവൾ ചിരിച്ചു. ഫുഡ് ഓർഡർ എടുത്തു. അതൊക്കെ കഴിച്ചിരിക്കുമ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ നല്ല ഇടിയും. അവക്കാണെ ഇടി നല്ല പേടിയായിരുന്നു. സത്യം പറഞ്ഞാൽ അത്ര വലിയ ഇടിയായിരുന്നു. മൊത്തം ഒന്ന് കുലുങ്ങിപ്പോലെ. അടുത്തൊരു ഇടി വീടിനകത്ത് നിന്നും പൊട്ടിയ പോലെ തോന്നി. അപ്പോഴേക്കും അവൾ എന്നെ വന്ന് മുറുക്കി പിടിച്ച് എന്നോട് പറഞ്ഞു ബാട്ടാ നമുക്ക് റൂമിൽ പോവാം, പേടിയാവുന്നു. ഞാൻ അവളെയും കൊണ്ട് റൂമിലേക്ക് പോയി ബെഡിലിരുന്നു. അവൾ പോയി വിൻഡോ കാർട്ടനൊക്കെ വേക്കടച്ചു. എന്നിട്ട് ബെഡിൽ വന്നിരുന്നു. എൻ്റെ മനസ്സിൽ അവളെ ഇപ്പം ഈ ബെഡിലിട്ട് എന്താ അതിനുള്ളൊരു മൂടായിരുന്നു. അപ്പം ഞാൻ അവളുടെ ഉള്ളറിയാൻ വേണ്ടി ഞാൻ അവളോട് ചോദിച്ചു മേം എങ്ങാനും വന്നാൽ നമ്മളിങ്ങനെ കണ്ട പ്രശ്നമാണ്, ഞാൻ മുകളിലോട്ട് റൂമിൽ പോവുകയെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ അയ്യോ മേമ വൈകുന്നേരമാവും വരാം, പോവല്ലേ ഏട്ടാ എന്നും പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച് വെച്ചു. അവൾ ഞാൻ എൻ്റെ അടുത്തേക്ക് ചേർത്തിരുത്തി. വീണ്ടും ഇടി നല്ല ശബ്ദത്തിൽ പൊട്ടി. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, അത്ര ഭീകര ശബ്ദമായിരുന്നു. അവൾ എന്നെ മുറുക്ക് പിടിച്ച് അതൊക്കെ എൻ്റെ ശരീരത്തിലൂടെ തട്ടി കിടക്കുകയായിരുന്നു. അവൾക്കാണെ ഹൈറ്റ് കുറവായത് കൊണ്ട് എനിക്കതൊക്കെ നല്ലോണം കാണാൻ പറ്റി. പതുക്കെ ഞാൻ ഇടത് കൈയെടുത്ത് അവളുടെ വലത്തേതിലൊന്നിതാക്കി. എന്നിട്ട് ഒഴിയാൻ തുടങ്ങി. അവൾ അനങ്ങാതെ നിന്ന് പുറത്ത് മഴ തിമിർത്തും തുടങ്ങി. ഞാൻ പതുക്കെ അവളുടെ ചെവി ചോദിച്ചു മോളിവിടെ ഇങ്ങനെ മസാജൊക്കെ ചെയ്യാറുണ്ടെന്ന്. അവൾ പറഞ്ഞു ഇല്ല. എന്തേ? ഞാൻ പറഞ്ഞു വലിയ കുട്ടിയായില്ലേ, ഇനി ഇതൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് നല്ലൊരു ഷേപ്പാക്കി എടുക്കണ്ടേ. അപ്പോൾ അവൾ അയ്യേ എന്ന് പറഞ്ഞ് എന്നോട് ചോദിച്ചു ഏട്ടൻ ഇതൊക്കെ എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു ഡോക്ടറല്ലേ, ഇങ്ങനെ ഓരോ സംശയം വെച്ച് ആളുകൾ വരും, അപ്പോൾ അതൊക്കെ ക്ലിയറാക്കി കൊടുക്കും. മോൾക്ക് വേണേ ഞാൻ ഫ്രീ ആയിട്ട് എല്ലാം ചെയ്തു തരാം. അയ്യോ ആരെങ്കിലും അറിഞ്ഞാൽ മോശമല്ലേ. ഞാൻ പക്ഷെ അതിലിങ്ങനെ തലോടിക്കൊണ്ട് തന്നെ ആരും അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അവൾ അവിടെ തന്നെ നിന്ന് തന്നു. അവളുടെ ക്രീമിൻ്റെ മണം എന്നെ ആക്ക് മത്ത് പിടിപ്പിച്ചു. ഞാൻ ചോദിച്ചു ഇത് പാലുണ്ടോയെന്ന്. ആളില്ലെന്നും പറഞ്ഞ് ചിരിച്ചു. ഇടിയൊക്കെ മാറി. ഞാൻ അവളോട് ചോദിച്ചു എന്നാൽ പുറത്തേക്ക് പോവാം എന്ന്. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഹാളിൽ വന്നിരുന്നു. അവൾ എന്നോട് ചോദിച്ചു ഏട്ടാ എനിക്കൊരു സംശയമുണ്ട്. ഞാൻ പറഞ്ഞു ആ ചോദിക്കുക കേൾക്കട്ടെ. എനിക്ക് ഈ പീരീഡ്സിൻ്റെ ടൈമിൽ അവിടെ വല്ലാത്തൊരു പുകയുന്ന പോലെയൊക്കെ തോന്നും. ആരെങ്കിലും പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏട്ടൻ ഡോക്ടർ ആയതുകൊണ്ട് ചേട്ടനോട് പറയാമല്ലോ എന്ന് വെച്ച് പറഞ്ഞതാ. അപ്പം ഞാൻ പറഞ്ഞു വിശദമായിട്ട് പരിശോധിക്കണം, അങ്ങനെയെങ്കിൽ മുകളിൽ എൻ്റെ റൂമിലോട്ട് വാ എന്നും പറഞ്ഞ് ഞാൻ മുകളിലോട്ട് പോയി. അപ്പോഴേ അവൾ എൻ്റെ പുറകെ വന്നു. ഒരു പേഷ്യൻറ്റിനെ പോലെ അവൾ നിന്നു. അവളോട് കട്ടിൽ കയറി കിടന്നോളൂ എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അവളോട് പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, അതിന് സത്യസന്ധമായി വ്യക്തമായിട്ട് ഉത്തരം തരണം. അവൾ തരാമെന്നും പറഞ്ഞു. എന്നിട്ട് ഞാൻ അവളോട് ആദ്യം ചോദിച്ചു മോളത് ചെയ്യാറുണ്ടോ? അവൾക്കറിയില്ലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവളോട് വീണ്ടും ചോദിച്ചു കുട്ടികൾ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് മോൾക്കറിയോ? അവൾ ചിരിച്ചുകൊണ്ട് മുഖം മാറ്റി കളഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു എവിടെയാണ് മൂക്ക് പുകയുന്നതെന്ന്. മൂത്രമൊഴിക്കുന്ന അവിടെയാന്ന് അവളും പറഞ്ഞു. എന്നാൽ വിശദമായിട്ടൊന്ന് അവിടെ പരിശോധിക്കേണ്ടി വരും, ഡ്രസ്സൊക്കെ ഒന്ന് അയച്ച് മാറ്റണമെന്ന്. അപ്പോൾ അവിടെ പതുക്കെ ഇതാക്കി എന്നോട് അവൾ ചോദിച്ചു അത് മതിയോന്ന്. ഞാൻ പറഞ്ഞു മറ്റേതും താഴ്ത്തണേ. അവൾ അത് ചെയ്തില്ല. അവളെ മുഷിപ്പിക്കാതെ ഞാൻ രണ്ട് കൈ കൊണ്ടും ഞാൻ തന്നെ അതങ്ങ് താഴ്ത്തി. എന്നിട്ട് അവിടം ആ പൂവ് ഞാൻ വിശദമായിട്ടൊന്ന് നോക്കി. സത്യം പറഞ്ഞാൽ
അവൾ പുരട്ടി ക്രീമിൻ്റെ മണം തന്നെ മത്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ശരീരത്തിനനുസരിച്ചിട്ടുള്ളൊരു പൂവല്ലായിരുന്നു അത്. നല്ല നല്ല രസമായിരുന്നു അത് കാണാൻ. അധികം വികസിച്ചിട്ടുമില്ല. പതിയെ പതിയെ ഞാൻ എൻ്റെ വിരൽ കൊണ്ട് അവിടെ ഒന്ന് എന്താ പറയുക ആ പൂവൊന്ന് വിടർത്തി നോക്കി. അവളൊരു കൈ കൊണ്ട് എൻ്റെ കൈ പിടിച്ച് മാറ്റാൻ നോക്കി. ഞാൻ പറഞ്ഞു, ഇവിടെ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, ചെറിയൊരു മുറിയുണ്ടല്ലോ. അവൾ പറഞ്ഞു, നേരത്തെ ഇവിടെ ക്ലീനാക്കിയപ്പോൾ പറ്റിയതാ എന്ന്. അതുമാത്രമല്ല, ഉള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ട് മോളെ, നല്ലൊരു ഡോക്ടറിനെ കാണിക്കണമെന്ന്. അതിനവൾക്ക് മടിയായിരുന്നു. അവൾ പറഞ്ഞു, ഡോക്ടർ തന്നെ എന്തെങ്കിലും ചെയ്താൽ മതി, നിങ്ങളുടെ ആയുർവേദത്തിൽ ഇതിന് പ്രതിവിധിയൊന്നും ഇല്ലേ എന്നാണോ പറയുന്നത്? ഞാൻ പറഞ്ഞു, ആയുർവേദമാണെങ്കിൽ ടൈം എടുക്കും, കുട്ടിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യാം. അവൾ ഓക്കെ പറഞ്ഞു. കുറച്ച് മെഡിസിൻ എടുത്ത് ആദ്യം അവിടെ ഞാൻ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചു. അവളുടെ പാവാട മൊത്തത്തിലൊന്ന് മാറ്റി അതൊക്കെ ഊരിക്കളഞ്ഞ് എന്നിട്ടൊരു കോട്ടണിൽ മരുന്നെടുത്ത് അവിടെ ഒക്കെ വൃത്തിയാക്കി തുടച്ചു. അപ്പോൾ അവളുടെ അതൊന്ന് വികസിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. സംഭവം എന്നിട്ടാ ഓണാവുക അല്ലേ? അതെനിക്ക് മനസ്സിലായി. മരുന്ന് വെക്കാൻ എന്ന പോലെ ഞാൻ അവിടെ പതുക്കെ ഇതാക്കി. തേൻതുള്ളികൾ ചെറുതായിട്ട് അതിനുള്ളിലൂടെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവൾ പറഞ്ഞു, ഡോക്ടർ എനിക്ക് എന്തോ ആവുന്നു. ഞാൻ പറഞ്ഞു, കണ്ണടച്ച് കിടന്നോളൂ, എല്ലാം റെഡി ആയിക്കോളും. അങ്ങനെ മരുന്നൊക്കെ വെച്ച് എല്ലാം കഴിഞ്ഞ് അവളെ എഴുന്നേൽപ്പിച്ച് ഞാൻ ചോദിച്ചു, അവിടെ എന്തോ പോലെ ആയത്, സുഖമാണോ മോൾക്ക് തോന്നിയതെന്ന്. അവൾ അതേന്നും പറഞ്ഞു. വീണ്ടും ചോദിച്ചു, ആരോടും പറയില്ലെങ്കിൽ, ആരും അറിയില്ലെങ്കിൽ ഞാനങ്ങനെ കുറച്ച് നേരം കൂടി മോൾക്ക് തരാം എന്ന്. അവൾക്ക് ചെറുതായിട്ട് പേടി തോന്നിയെങ്കിലും ആ സുഖത്തിൻ്റെ കാര്യമൊക്കെ ആലോചിച്ച് ഞാൻ അവളുടെ അതൊക്കെ മാറ്റി എല്ലാത്തിനും എന്തോ അവൾ സമ്മതം മൂളി. പതുക്കെ ഞാൻ ഓരോന്നിതാക്കി. അവൾ യാതൊരു പ്രതികരണവുമില്ലാതെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എന്തോ അവൾ വല്ലാത്തൊരു ലോകത്തേക്ക് എത്തിയതുപോലായി. ഞാൻ എന്ത് ചെയ്താലും. പതുക്കെ ഞാൻ അവളുടെ ചെവി പറഞ്ഞു, മോൾക്ക് സുഖമുണ്ടോ എന്ന്. ഇനി എന്താ വേണ്ടിയെന്ന് ചോദിച്ചപ്പോൾ താഴെ എന്തോ പോലെ ആവുന്നു, നേരത്തെ ചെയ്ത പോലെ ചെയ്യാൻ പറ്റുമെന്ന് അവൾ ചോദിച്ചത്. പെണ്ണിനോണായെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നേരെ അവളുടെ താഴേക്കൊന്ന് പോയി അവിടെ ഒന്ന് ഇതാക്കി കൊടുത്തു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഡോക്ടറാണെങ്കിൽ പതിയെ 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 പണി പറ്റിച്ചു എന്ന് തന്നെ പറയാം. നൈസായിട്ട് ആളുടെ ഇങ്ങനെ അതൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അവളെ വേണ്ട, പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പിറുപിറുത്തുകൊണ്ടിരുന്നു. അപ്പോഴാ താഴെ ഓട്ടോ വന്ന സൗണ്ട് കേട്ടെന്ന്. പെട്ടെന്ന് തന്നെ അവൾ കുതറി മാറി ഒക്കെ എടുത്തിട്ട് താഴോട്ട് ഒറ്റ ഓട്ടോ. ഞാൻ വിൻഡോ വഴി നോക്കിയപ്പോൾ പ്രവീണയായിരുന്നു സാരിയിൽ. ഞാൻ അവളെ അങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താ പറയുക, ഭർത്താവ് വേണ്ട പോലെ കൈകാര്യം ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തിയാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. തോന്നലല്ല, കണ്ടാൽ തന്നെ അറിയാം. മുകളിൽ ഞാനുള്ളത് പ്രവീണ അറിഞ്ഞില്ല. സാധാരണ ഞാൻ രാത്രിയാണ് എത്താറ്. താഴെ നിന്നും പ്രവീണ അശ്വതിയോട് പറയുന്നത് കേട്ടു, ഞാൻ മുകളിൽ പോയി ഫ്രഷായി വരാമെന്ന്. മുകളിൽ എൻ്റെ റൂമിനോട് ചേർന്ന് അലക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു. മഴയായത് കൊണ്ടാവാം പ്രവീണ അവിടേക്ക് വന്നത്. റൂമിൽ നിന്നും നോക്കിയ ജനലിലൂടെ എനിക്ക് അവിടെ അലക്കുന്നത് നല്ലോണം കാണാൻ പറ്റും. അങ്ങനെ ഞാൻ പ്രവീണ കാണാതെ ഒളിഞ്ഞിരുന്ന് റൂമിൽ. എന്നെ ഞെട്ടിച്ചുകൊണ്ട് പ്രവീൺ എൻ്റെ റൂമിലേക്ക് വന്ന്. ഞാൻ പെട്ടെന്ന് വാഷ്റൂമിലേക്ക് കയറി. അവിടുന്ന് പതിയെ നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്നെ ഞെട്ടിച്ചു. ഒക്കെ മാറ്റി എന്താ പറയുക, അതൊക്കെ തന്നെ. ഞാൻ രണ്ടും കൽപ്പിച്ച് റൂമിലേക്ക് ഇറങ്ങി. എന്നെ കണ്ട പ്രവീണ ഞെട്ടിത്തെറിച്ച് പോയി. പെട്ടെന്ന് എല്ലാം എടുത്തതാക്കിയിട്ട് ചോദിച്ചു, എന്താ പറയുക. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് റൂമിൽ വന്നപ്പോൾ എല്ലാം എടുത്തതാക്കിയിട്ട് ആൾ പറഞ്ഞു, താനിവിടെ താമസിക്കുന്ന. ഞാൻ പെട്ടെന്നങ്ങ് മറന്നുപോയി. ഞാൻ ഡ്രസ്സൊക്കെ ഇവിടെ നിന്നായിരുന്നു മാറി, സോറി പറഞ്ഞ്. ഞാൻ പറഞ്ഞു, അത് സാരമില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന്. അങ്ങനെ ഞാൻ പ്രവീണയോട് ചേച്ചി മാറിക്കോളൂ എന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി. പ്രവീണ ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് വന്ന് എന്നോട് പറഞ്ഞു, വല്ലതും കണ്ടെങ്കിൽ ഒന്നും മനസ്സിൽ വെക്കല്ലേ എന്ന്. ഞാൻ ചിരിച്ചു. പ്രവീണ സമാധാനമായി പറഞ്ഞു. തിരിഞ്ഞ് താഴോട്ട് തന്നെ പോയി. അങ്ങനെ 2 ഡേ കഴിഞ്ഞു. അശ്വതി നാട്ടിൽ പോയി. വീട്ടിൽ ഞങ്ങൾ ഒറ്റയ്ക്കായി. രാത്രി വന്നപ്പോൾ പ്രവീൺ ഒറ്റയ്ക്കിരിക്കുന്നു. ബ്ലാക്ക് കളർ മാക്സിയാണ് വേഷം. ഞാനതൊക്കെ കണ്ടിങ്ങനെ മുകളിലോട്ട് പോയി. അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ എന്നോട് ഉണർന്നു പോയി. എന്നിലെ എന്താ പറയുക, എന്തൊക്കെയോ ഉണർന്നു.
ഞാൻ താഴെ പ്രവീണ ഒറ്റയ്ക്കല്ലേയുള്ളെന്ന ചിന്ത വന്ന് പതിയെ ഞാൻ താഴെ എത്തി. അവളുടെ റൂം ലക്ഷ്യം വെച്ച് നടന്ന് നോക്കുമ്പോൾ ബെഡി ഇങ്ങനെ കിടക്കുക പ്രവീണ. ജനലിൻ്റെ കട്ടൻ നീക്കിയിട്ടത് കൊണ്ട് നിലവിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റി. ഞാനാണേ അവിടെ ചെന്ന് ഒച്ച ഉണ്ടാക്കാതെ അടുത്ത് ഇങ്ങനെ ഇരുന്നു. നല്ല ഉറക്കത്തിലാള്. അങ്ങനെ പെട്ടെന്ന് കണ്ടത് കൊണ്ട് ഒന്ന് മര്യാദയ്ക്ക് കണ്ടില്ല ഞാൻ പതുക്കെ മാക്സി മുകളിലോട്ട് ഇതാക്കി. താഴെ വേറെ ഒന്നും ഇട്ടിട്ടൊന്നുമില്ലാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ചെറുതായിട്ട് ഒരു ചിത്രപ്പടികൾ അവിടെ കാണിച്ചു. ആൾ നല്ല ഉറക്കത്തിലായതുകൊണ്ട് എന്തോ അറിഞ്ഞില്ല. പക്ഷെ പെട്ടെന്ന് അവൾ അനങ്ങി എഴുന്നേക്കാൻ നോക്കി. ഞാനപ്പോൾ പെട്ടെന്ന് അവൾ കാണാത്ത വിധം റൂമിൽ സൈഡിലേക്ക് നിന്നു. പ്രവീണ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ട് പെട്ടി നോക്കി. അതിങ്ങനെ ഊരിക്കിടക്കുക. അവളങ്ങൊന്ന് അവിടത്തേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കി. എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവാതെ ബെഡിലിരുന്ന് പിന്നെ അതൊക്കെ എടുത്ത് കസാരയിലേക്ക് വെച്ച് ലൈറ്റ് വിട്ട് കിച്ചണിൽ പോയി തിരിച്ച് വന്ന് കൈ നോക്കുമ്പോൾ ഒരു പഴം ഉണ്ടായിരുന്നു. വന്ന പാടെ റൂം ലോക്ക് ചെയ്തു. എന്നിട്ട് ഒക്കെ ഊരിക്കളഞ്ഞ് ഇപ്പതേ പരന്ന് പടി നിൽക്കുക. എന്നിട്ട് അലമാര തുറന്നൊരു ജെൽ ബോട്ടിലെടുത്ത് അത് അതിൽ നിന്ന് കുറച്ചെടുത്ത് അവളുടെ അവിടേക്ക് ആക്കി. അപ്പോൾ പഴയതിനാന്ന് നമുക്ക് മനസ്സിലായി കാണുമല്ലോ. എന്നിട്ട് അവൾ സ്വയമായിട്ട് നല്ല പരിപാടി നടത്തി ലൈറ്റ് ഓഫ് ചെയ്തങ്ങ് കിടന്നു. ആ സമയം ഞാൻ റൂമിൽ നിന്നും പതുക്കെ പുറത്തേക്ക് ഇറങ്ങി മുകളിലോട്ട് പോയി. എങ്ങനെയെങ്കിലും പ്രവീണെ ഒന്ന് ആക്കണം എന്നായിരുന്നു. പിന്നെ പിറ്റേന്ന് രാവിലെ ഡോറ് മുട്ടുന്നത് കേട്ട് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ പ്രവീണ നിൽക്കുന്നു. എന്നോട് പറഞ്ഞു, മോനെ നല്ല നടുവേദന, നടക്കാൻ വയ്യ, ബാത്റൂമിൽ നിന്ന് സ്ലിപ്പായിരുന്നു എന്ന്. അശ്വതി നാളെ വരുള്ളൂ, അതുകൊണ്ട് റെസ്റ്റ് എടുക്കാനാവില്ല, എന്തെങ്കിലും മരുന്നുണ്ടോ ചോദിച്ച് ഞാൻ പറഞ്ഞു നീരിറങ്ങിയതാവും, വേദന സംഹാരി കൊടുത്ത്. എന്നിട്ട് പറഞ്ഞു, ചേച്ചി ബെഡിലേക്ക് കയറി കിടക്കൂ, ഞാനൊന്ന് നോക്കട്ടെ എന്ന്. തലേന്നത്തെ അത് തന്നെ വേഷം. എന്താ പറയുക, ഞാൻ പറഞ്ഞു ഒക്കെ ഒന്ന് നേരിട്ട് കണ്ടാൽ എനിക്ക് മനസ്സിലാവുള്ളൂ എന്ന്. ഒരു മടിയോട് കൂടി അത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ വേണം. അങ്ങനെ അത് മാറ്റി കമന്നിങ്ങനെ കിടക്കുക. ഓയിലെടുത്ത് നല്ലോണം തടവി കൊടുത്തു. അങ്ങനെ തടവാൻ തുടങ്ങിക്കഴിഞ്ഞ് പതിയെ പതിയെ ഓരോരുത്തടുത്തായി കൈകൾ പിന്നെ ചെറുതായിട്ട് അവിടെ ഇവിടെയും കൈയോടിച്ച്. പക്ഷേ എതിർപ്പൊന്നും ഇല്ലാത്തത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആൾക്ക് ഓക്കെയാണെന്ന്. അങ്ങനെ ഞങ്ങൾക്കിടയിൽ അതങ്ങനെ സംഭവിക്കാനുണ്ടായി. പതിയെ അവളുടെ സമ്മതം കൂടെ കിട്ടിയപ്പോൾ ഞാൻ നല്ല രീതിക്കൊന്നാക്കി. പിന്നെ അവളുടെ പെർമിഷൻ കൂടെ ആവുമ്പോൾ ആ പൂങ്കാവനം ഞാൻ സ്വന്തമാക്കാണ്ടിരിക്കുമോ. വേദനയുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവളൊന്ന് മൂളി, അത്രയേ ഉള്ളൂ. അവസാനം 2 പേർക്കും കൂടെ ഒരുമിച്ചായി. ഉള്ളിലേക്ക് തന്നെ ആക്കിക്കോ, ടാബ്ലറ്റ് വാങ്ങിക്കൊടുത്താൽ മതി എന്നും കൂടെ പറഞ്ഞപ്പോൾ അന്ന് അശ്വതിനാക്കിയതും ഇന്നലത്തെ രാത്രിയിൽ ഇവളുടെ സ്വന്തമായിട്ടുള്ള പരിപാടിയും എല്ലാം കൂടെ കണ്ട് എനിക്കാണ് നല്ല രീതിക്ക് പോയിരുന്നു. ഞാനത് പ്രവീണയുടെ അവിടേക്ക് ഇതാക്കിയപ്പോൾ എനിക്കുണ്ടായ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം തന്നെ പ്രവീണയ്ക്ക് വന്നല്ലോ. പിന്നെ അന്ന് ലീവാക്കി. അപ്പോൾ അന്ന് ലീവാക്കി ഒന്നും കൂടി ആക്കിയാലോ. അങ്ങനെ അതും കൂടെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ അശ്വതി തിരിച്ചു വന്നു. അങ്ങനെ രാത്രിയായപ്പോൾ എനിക്ക് ഫോണിലൊരു വാട്സപ്പിൽ മെസ്സേജ് വന്നു. അതാരായിരുന്നോ, പ്രവീണയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചാറ്റ് ചെയ്തു. എന്നോട് ചോദിച്ചു രാത്രി റൂമിലേക്ക് വരുമെന്ന്. അശ്വതി ഇറങ്ങിയിട്ട് വന്നാൽ മതിയെന്നും പറഞ്ഞു. അശ്വതി അടുത്ത റൂമിലാണ്. ഞാൻ പറഞ്ഞു നോക്കാമെന്ന്. എനിക്ക് മനസ്സിലന്ന് രാത്രി എങ്ങനെയെങ്കിലും അശ്വതിനൊന്ന് ആക്കണമെന്നായിരുന്നു. സീലൊക്കെ പൊട്ടിച്ചാൽ നല്ല രസമായിരിക്കില്ലേ. എന്താ ചെയ്യാന്ന് ആലോചിച്ച് എങ്ങനെ കിടക്കുക ഞാൻ. അങ്ങനെ അന്ന് രാത്രിയിൽ പ്രവീണ അടുത്തേക്ക് വിവേകിന് പോകാൻ പറ്റിയില്ല. കാരണം ക്ലിനിക്കിൽ നിന്ന് വിളി വന്നത് കൊണ്ട് വിവേക് ഡ്യൂട്ടിക്ക് പോയി. പിറ്റേന്ന് രാവിലെ വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മറത്ത് അശ്വതി ഇരിക്കുന്നു. എന്നെ കണ്ടപ്പോൾ പെണ്ണിനൊരു ചമ്മൽ. അന്നത്തെ സംഭവത്തിന് ശേഷം അവളെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അതാ ഞാൻ ഓരോ വിശേഷമൊക്കെ ചോദിച്ചു. പ്രവീണ എവിടെ പോയി ചോദിച്ചപ്പോൾ ഏട്ടൻ്റെ ആരോ വന്നിട്ടുണ്ട്, എന്തോ സാധനം ഉണ്ട്, അവിടെ അത് വാങ്ങാൻ പോയി, വൈകുന്നേരമാവും വരാനെന്ന് പറഞ്ഞു.
പെണ്ണൊരു കള്ളച്ചിരി ചിരിച്ചു. അപ്പോൾ ഞാൻ അവളുടെ ചെവി പതുക്കെ പറഞ്ഞു, അപ്പോൾ ഇന്ന് നമുക്കൊന്ന് കൂടി കൂടാ അല്ലേ? അവൾ അയ്യോ വേണ്ട, എനിക്ക് പേടിയാന്ന് പറഞ്ഞു. സത്യത്തിൽ അവൾക്ക് ഇതിനൊക്കെ പേടിയായിരുന്നു. ഞാൻ അകത്തേക്ക് കയറി അവളോട് റൂമിലോട്ട് വരാൻ ആവശ്യപ്പെട്ടു. അവൾ അനുസരണയോടെ എൻ്റെ പുറകെ വന്ന് അകത്ത് കയറി ഡോറടച്ച് ലോക്ക് ചെയ്തു. ഒരു കുട്ടി ടോപ്പായിരുന്നു വേഷം. ഗ്യാപ്പിൽ കൂടി ഒക്കെ ചെറുതായിട്ട് കാണുകയും ചെയ്യാം. ഒന്ന് ഫ്രഷ് വരാമെന്ന് പറഞ്ഞ് ഞാൻ ബാഗിൽ നിന്നൊരു ചോക്ലേറ്റ് എടുത്ത് അവൾക്ക് കൊടുത്ത് ഞാൻ പോയി ഫ്രഷായി വന്നു. ഒരു കാവ്യമുണ്ടായിരുന്നു എൻ്റെ വേഷം. ഞാൻ അവളുടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, അന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നൊന്നും ഇയാളോട് ചോദിക്കാൻ പറ്റിയില്ല എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അന്ന് അത് കഴിഞ്ഞ് റൂമിൽ പോയപ്പോൾ അവൾക്ക് അവിടെ നിന്ന് എന്തൊക്കെയോ പോയിത്രേ. ഞാൻ ചോദിച്ചു സുഖം ഉണ്ടായിരുന്നോ എന്ന്. അവളൊന്ന് മൂളി. എന്നാൽ ഈ നേട്ടൻ മോളെ നല്ലോണം ഒന്ന് ആക്കിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഉള്ളിലേക്ക് പോക്കിക്കണ്ട, അതൊക്കെ ഞാൻ മാറ്റിത്തരാം, പേടിയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാ. ഞാൻ എൻ്റെ അടുത്തേക്ക് അവളെ നിർത്തി ഓരോന്നിങ്ങനെ തുടങ്ങി. അവൾ ഒക്കെ സമ്മതിച്ച് പതുക്കെ എൻ്റെ ഒപ്പം തന്നെ അങ്ങ് പിടിച്ചു. അങ്ങനെ ആ കൊച്ചു ഇളം സാധനത്തിനെ ഞാനങ്ങ് പൊട്ടിച്ചു. എന്താ പറയുക, വേദന ഉണ്ടായിരുന്നെങ്കിലും അവൾ ആ കൂടെ പിടിച്ചു എന്നുള്ളതാണ്. അവസാനം രണ്ടുപേർക്ക് ഒരുമിച്ചായി. അവൾ എന്നോട് ചോദിക്കുകയും ചെയ്തു, ഏട്ടൻ എനിക്ക് വേണം, ഏട്ടന് എന്നെ കല്യാണം കഴിച്ചുവിടെയെന്ന്. അത് ശരിക്കും എനിക്ക് ഇഷ്ടമായി. നല്ലൊരു സാധനം തന്നെയായിരുന്നു അശ്വതി. ഞാൻ അവളോട് ചോദിച്ചു, നമുക്കൊരു വെറൈറ്റി ചെയ്താലോ എന്ന് പറഞ്ഞു പുറമത്തെ കാര്യം ഒന്ന് ചോദിച്ചു നോക്കി. അപ്പോൾ അവൾ പറഞ്ഞു, നോക്കാം, ഇപ്പം വേണ്ട, നമുക്ക് രാത്രി ചെയ്യാമെന്ന്. അങ്ങനെ രാത്രി മേമ ഉറങ്ങിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞ് അവളൊക്കെ എടുത്തിട്ട് താഴോട്ട് പോയി. അങ്ങനെ വൈകുന്നേരം പ്രവീണ തിരിച്ചു വന്നു. അവളുടെ കൂടെ ഒരു കസിൻ മോനുണ്ടായിരുന്നു. 2 ഡേ നിൽക്കാൻ വന്നതാ എന്ന് പറഞ്ഞ് വരുമ്പോൾ അശ്വതിയുടെ മാമൻ്റെ മോനാണ്. 18 വയസ്സായിട്ടേ ഉള്ളൂ. കുട്ടിക്കളി മാറിയിട്ടില്ല. കണ്ട ഒരു 18ഒക്കെ തോന്നുകയുള്ളൂ. അങ്ങനെ അന്ന് ഫുഡ് കഴിക്കാൻ രാത്രി എന്നെയും വിളിച്ചു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പ്രവീണ എന്നെ ഇടം കണ്ടിട്ട് നോക്കി ഇറുക്കി കാണിച്ചു. അങ്ങനെ കിടക്കാൻ ടൈമായപ്പോൾ നമ്മുടെ പയ്യൻ, അവൻ്റെ പേര് കണ്ണൻ, അവൻ അശ്വതിയുടെ റൂമിൽ കിടക്കാമെന്നും പറഞ്ഞ് അശ്വതി പ്രവീണയുടെ കൂടെ കിടക്കാമെന്നും പറഞ്ഞ്. അപ്പോൾ പ്രവീണ പറഞ്ഞു, അത് വേണ്ട, കണ്ണൻ എൻ്റെ കൂടെ കിടന്നോട്ടെ എന്ന്. അങ്ങനെ പ്രവീണയും കണ്ണനും റൂമിൽ പോയി. അശ്വതി അവളുടെ റൂമിലേക്ക്. ഞാനവിടെ TV കണ്ടിരുന്നു. പ്രവീണയുടെ മെസ്സേജ് വന്നു. എനിക്കൊന്ന് ആക്കണമെന്നുണ്ടായിരുന്നു, എന്താ ചെയ്യാമെന്നും പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, അവനെ എന്താ പറയുക, അതായത് 18കാരനില്ലേ, അവനെ ആക്കിക്കോളാൻ ഞാനും പറഞ്ഞു. പ്രവീണ പോടാ പട്ടിയെന്നും പറഞ്ഞു. എന്താ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അവൻ നാളെ പോവും, ചിലപ്പോൾ അല്ലേ, ഇവൻ ഉറങ്ങിയിട്ട് ഞാൻ അവിടേക്ക് വരാമെന്നും പറഞ്ഞ് ഞാൻ ഓക്കെയും പറഞ്ഞു. പിന്നെ ഞാനൊരു മെസ്സേജ് ഇട്ട് കൊടുത്ത് പതുക്കെ അവനെ എങ്ങനെയും ഒന്ന് വളയ്ക്കാൻ. കണ്ടിട്ട് നൈസാണല്ലോ ചെക്കൻ, നല്ല യൗവനവും. അപ്പോൾ അവൾ അങ്ങനെയൊക്കെ ഉണ്ടോയെന്നും ചോദിച്ചു. ഞാൻ ഒന്ന് മൂടിക്കൊടുത്തു. യൗവനം തന്നെ ആണല്ലോ. അവളെങ്ങനെയും അവനെ ഇതാക്കും എന്ന് ഞാൻ റൂമിൽ പോയി വീണ്ടും മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു. അവൻ ഉറങ്ങിയെന്നും പറഞ്ഞു. എന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പറഞ്ഞപ്പോൾ എന്നോട് വീണ്ടും പോടാമെന്നും പറഞ്ഞിട്ട് ഗുഡ് നൈറ്റും പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ പതുക്കെ താഴെപ്പോയി റൂമിൻ്റെ കീ ഹോളിൽ ഒരു ക്യാമറ വെച്ച് മുകളിൽ വന്ന് ലാപ്പിൽ കണക്ട് ചെയ്ത് നല്ല ക്ലിയറായിട്ട് കാണാം 2 പേരും കിടക്കുക. പ്രവീണ പതുക്കെ കണ്ണിനെ ഒരു കൈ കണ്ട് അവളുടെ അടുത്തേക്ക് പിടിച്ച് കിടത്തി. എന്നിട്ട് അവനിങ്ങനെ ഉണരുന്നില്ല എന്ന് കണ്ടപ്പോൾ പ്രവീണയ്ക്ക് ധൈര്യമായി. ഒരു കൈ കൊണ്ട് അവൾ പതുക്കെ താഴേക്കിതായി അതിങ്ങനെ എടുത്തു. എന്നിട്ട് പതുക്കെ അതിൻ്റേത് മൊത്തം ഇങ്ങനെ ഒഴിഞ്ഞു. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ ലാപ്പിൽ കാണുന്നതോടുകൂടി നമ്മുടെ കഥയും ഇവിടെ തീരാതെ തിരിക്കുക. അപ്പോൾ അടുത്തൊരു കഥയായിട്ട് വരുന്നവരെ ബൈ.